ആഫ്രിക്കൻ ഒച്ചുശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കാസർഗോഡിന്റെ തീരദേശ മേഖല. പള്ളിക്കര ഉദുമ മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമായത്. വീടുകളുടെ ചുവരുകളിലും ചെടികളിലും മരങ്ങളിലും മതിലുകളിലും എവിടെ നോക്കിയാലും ആഫ്രിക്കൻ ഒച്ച്. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒച്ചുശല്യത്തിന് കുറവില്ല. പകൽ സമയങ്ങളിൽ മാലിന്യങ്ങൾക്കിടയിൽ കഴിയുന്ന ഒച്ചുകൾ രാവിലെയും രാത്രിയിലുമായി കൂട്ടത്തോടെ പുറത്തിറങ്ങും. ഒരു തവണ 200ഓളം മുട്ടകളിട്ട് പെറ്റുപെരുകുന്ന ഈ ഒച്ചിനം രാക്ഷസ ഒച്ചെന്നും അറിയപ്പെടുന്നു. മഴക്കാലം എത്തിയതോടെയാണ് ഒച്ചുശല്യം രൂക്ഷമായത്. ചെടികളും പച്ചക്കറി തൈകളും മറ്റ് കാർഷിക വിളകളും വ്യാപകമായി ഇവ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ഉപ്പ് വിതറിയാണ് നാട്ടുകാർ കുറച്ചെങ്കിലും ഇവയെ നശിപ്പിക്കുന്നത്. ഒച്ചുശല്യം കുറക്കുന്നതിന് അധികൃതർ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞെങ്കിൽ ഇത് ഇങ്ങനെ ഈ മാലിന്യത്തിൽ കൂട്ടി മുട്ടയിട്ടിട്ട് ഇങ്ങനെ പെഴുകിയാൽ ഇപ്പോൾ ഈ വീടിന് അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അടുത്ത് പോയി ഇത് വീടിൻ്റെ കിച്ചണിലേക്ക് വരെ ഇതിൻ്റെ ശല്യം എത്തുന്നു. ഇത് മറ്റേ അന്ന് മലേഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്നും മരം കൊണ്ടുവന്നിട്ടുണ്ടായി പണ്ട് ഈ മില്ലിലേക്കല്ല. അപ്പോഴാണ് ഇത് ആദ്യം ആടുന്ന അടുത്തേക്ക് വന്നത്. പിന്നെ ആദ്യം ഉണ്ടായത് ചിത്താരി ആ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തെല്ലാം ഉണ്ടായി. ഇപ്പോൾ ഈ മൗൽ ഭാഗത്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ശല്യമാണ് ഇതിനെക്കൊണ്ട്. ഇത് ഉപ്പിട്ടാണ് ഇപ്പോൾ വീട്ടുകാരിൽ ഇപ്പോൾ അധികം നശിക്കുന്നത്. അത് ഇതൊന്നുമല്ല. ഇപ്പോൾ ഈ കുടുംബശ്രീ മറ്റേ വൈദ്യസേന അങ്ങനത്തെ ആളെ ഇടപെട്ടിട്ട് ഇത് പറക്കിയെടുത്തിട്ട് നശിപ്പിച്ചങ്ങ് ഇത് വ്യാപകമാവുന്ന നാട്ടുകാരുടെ ആവശ്യം. പള്ളിക്കര, ബേക്കൽ, ഉദുമ, പാലക്കുന്ന് തുടങ്ങിയ തീരദേശ മേഖലകളിലാണ് ഒച്ചുശല്യം രൂക്ഷമായിരിക്കുന്നത്. ഒച്ചുകളെ തടയാൻ നടപടിയെടുക്കുക, ആവശ്യമായ പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്യുക, ഒച്ചുകൾ വീണ കിണറുകൾ ക്ലോറിനേഷൻ നടത്തി ശുദ്ധീകരിക്കുക, ഒച്ചുശല്യത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ അധികൃതർക്ക് മുന്നിൽ വെക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.